അസ്സലാമലൈക്കും. അങ്ങനെ രാവിലെ ഞാൻ ഫുഡൊക്കെ കഴിച്ചേ ഫ്ലോർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ വണ്ടിയിലേക്ക് കയറാൻ പോയപ്പോ കുഞ്ചു പറഞ്ഞു ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും വണ്ടിയിലേക്ക് നടന്ന് വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഭയങ്കര അഭിനയം, എനിക്ക് വയ്യ. അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് നേരെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ ലോർ നിസ്കരിക്കാൻ വേണ്ടി. അങ്ങനെ വധുവൊക്കെ എടുത്ത് ഞാൻ നേരെ പള്ളിയിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്ന് ലോർ നിസ്കരിക്കാൻ വേണ്ടി 3 പേരെ ഉള്ളായിരുന്നു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയത് നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് വണ്ടി എടുത്തത്. അപ്പൊ ഈ മഴത്തുള്ളികൾ നമ്മളെ ക്ലാസ്സിൽ ഇങ്ങനെ വീണ് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ സ്വിഫ്റ്റ് മോനെയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ നല്ല രസമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അസർ നിസ്കാരത്തിന് സമയമായി. അങ്ങനെ ഞാൻ വീണ്ടും പള്ളിയിലേക്ക് വന്നു. ശരിക്കും ഇന്നത്തെ ദിവസം ഫുള്ള് നല്ല മഴയായിരുന്നു. ലോഹർ തൊട്ട് ഇഷ വരെ നല്ല മഴയായിരുന്നു. അങ്ങനെ ഞാൻ പള്ളിയിലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അസറിന് പോയ സമയത്തും മഴ ആയതുകൊണ്ട് തന്നെ 4 പേരെ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ പള്ളിയുടെ അകത്ത് കയറി അസർ നിസ്കാരം നിസ്കരിച്ച്. അങ്ങനെ അസർ കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴ ചാറുന്നുണ്ടായിരുന്നു, പക്ഷെ നേരത്തെ പോലെ വലിയൊരു മഴ ഇല്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോ നമ്മുടെ അക്കുവിനെ കണ്ടായിരുന്നു. അപ്പൊ അക്കു പറഞ്ഞു ഉക്ക് കയറി പൊയ്ക്കോ, ഞാൻ ഗേറ്റ് അടച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളെ മഗ്‌രിബിന്റെ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ മഗ്‌രിബ് നിസ്കരിക്കാൻ നല്ല ആളുണ്ടായിരുന്നു. അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞാൻ മഗ്‌രിബ് കഴിഞ്ഞ് കുറച്ചു നേരം പള്ളിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കുഞ്ചു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ചു പറഞ്ഞു ഇക്ക ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊന്ന് കറങ്ങിയിട്ട് വരാം, അത് കഴിഞ്ഞ് ഇശ നിസ്കരിക്കാൻ പോവാന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ മൈലക്കോണത്തേക്ക് പോയേ. അങ്ങനെ കുഞ്ചു വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. ആദ്യം നമ്മൾ വണ്ടിയിൽ എണ്ണ അടിക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഒരു 891 രൂപയ്ക്ക് അടിച്ചപ്പോ വണ്ടി ഫുള്ളായിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഞാൻ വീണ്ടും പള്ളിയിലേക്ക് ഇശ നിസ്കരിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ് അടിക്കാൻ മറക്കല്ലേ.